Hi friends, ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കാണിക്കുന്നത്. ഇത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1/2 മീറ്റർ ഒരു ഹക്കോബ ഫാബ്രിക് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് 4 ആക്കി ഇതുപോലെ മടക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ 4 ലെയർ ഉണ്ടാവണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് വെട്ടുന്നത്. മടക്കിയ ശേഷം ഇതിന്റെ വീതി വരുന്നത് 8.5 ഇഞ്ചും നീളം എടുക്കേണ്ടത് തയ്യൽത്തുമ്പ് അടക്കമാണ് നീളം എടുക്കുന്നത് 14 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഷോൾഡർ ആണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. 5.5 ഇഞ്ചിൽ ഷോൾഡർ അടയാളപ്പെടുത്താം. ഇനി നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. ഇനി കൈക്കുഴിയാണ്. കൈക്കുഴീൻ്റെ ഇറക്കെടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 6 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു അളവിലാണ്. ഇനി ഇവിടെ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കാം. അതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ്. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു സിമ്പിൾ യു നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 6 ഇഞ്ചാണ്. അതായത് 24 ഇഞ്ചിൻ്റെ 4/1 എടുക്കാം. ഇനി ഇവിടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ്. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് 7 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി 2 പോയിൻറ്റ്സും ഇതുപോലെ എയിലെയും ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ മെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ സെയിം തന്നെ നമ്മൾ ലൈനിങ് ഫാബ്രിക്കിലും ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമത്. ഈ മടങ്ങിയ ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ലൈനിങ് പീസ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം ലൈനിങ് പീസിൽ കട്ട് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്യാം. ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് റെഡി ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ലൈനിങ് പീസ് നമ്മുടെ തുണീൻ്റെ നല്ല വശത്ത് ഇതുപോലെ വയ്ക്കാം. ഇതിന് ശേഷം നമ്മൾ നെക്ക് ഒരു 1/4 ഇഞ്ചിൽ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലീവും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് ബാക്ക് പീസിലത്തെ ലൈനിങ് ആണ്. ഇതിൻ്റെയും നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ്. പ്ലസ് ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് താഴേക്ക്. അവിടെ നമുക്ക് സ്ലിറ്റ് ഇടാനാണ് ബട്ടൺസിന് വേണ്ടി. അപ്പോൾ അതൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൈനിങ് ഫാബ്രിക്കിലാണ് ഞാൻ കട്ട് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ഇതിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് പീസ് വയ്ക്കുക. അതിനുശേഷം നെക്കിൻ്റെ അവിടെ ഇതുപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 3 ഇഞ്ചിൻ്റെ അവിടെ ഇതുപോലെ ഒരു വി ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാണ്. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ലൈനിങ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ആ നെക്കിൻ്റെ ഭാഗവും ആ സ്ലീവിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിടാണ്. രണ്ടും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ആദ്യം ആ നെക്കിൻ്റെ ഭാഗം വെട്ടിയിട്ട് ഇതുപോലെ താഴേക്ക് അതിന് മിഡിലായിട്ട് കട്ട് ചെയ്യാം. നമ്മളവിടെ ഒരു വി ഷേപ്പിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് അവിടെ തയ്യൽത്തുമ്പായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇടാം. അപ്പോൾ ഈ പീസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വേറെ ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫ്രില്ലടക്കം 16 ഇഞ്ചാണ്. ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെയും രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ എല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഞാനൊരു റഫിൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം മടക്കിയും തയ്ച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഗ്യാതറിങ്സ് ഇടാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈ ഷോൾഡറിന് ഇവിടെ വയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്ച്ച ശേഷം 1.5 ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ വീതി എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ആ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനായിട്ട് ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇതുപോലെ നടുക്കിലായിട്ട് വേണത് വെക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 സൈഡിലും നമ്മൾ ഫ്രില്ല് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് 2 സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് ഒന്നുകൂടി ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്താണ്. ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ട് എല്ലാം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതുപോലെ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫ്രില്ല് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ 2 ആം ഹോളും ഇതുപോലെ ഒപ്പത്തി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത്. ഇതുപോലെ പുറത്തായിട്ട് ഫ്രില്ല് വരണം. ഇനി നമുക്ക് അതിനുള്ള ഫ്രില്ല് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 5 ഇഞ്ച് വീതിയിലുള്ളൊരു തുണിയാണ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്യാം. നീളം എടുക്കേണ്ടത് നമ്മുടെ ആ വേസ്റ്റ് റൗണ്ടിനേക്കാളും 4 ഇരട്ടി വേണം ആ തുണീൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത്ര ചുരുക്കം വേണ്ടാത്തവർ അതനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ 5 ഇഞ്ചിൽ തയ്ക്കാനുള്ള തയ്യൽ തുമ്പും ഇടണം നമ്മൾ. 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാനും 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി തയ്ക്കാനും താഴെ ഭാഗം. ഈ തുണീൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്ക് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൽ നിന്നൊരു നൂലുണ്ടാവും. ആ നൂല് ഇതുപോലെ വലിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ചുരുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചുരുക്കിൻ്റെ ഭാഗം നമ്മൾ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ആ വേസ്റ്റ് റൗണ്ടും ഈ ഫ്രില്ലിൻ്റെ നീളവും കറക്റ്റായിട്ട് ചുരുക്കി ഇടണം നമ്മളിതുപോലെ. ഇതിൻ്റെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം അതുപോലെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വയ്ക്കണമ്പോൾ നമ്മൾ 2 തുണിയുടെയും നല്ല വശം ചേർത്തിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ഫുള്ളും ചുരുക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നൂല് കാണുകയാണെങ്കിൽ നമുക്കവിടെ ഒരു 6 ആഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾ ഹാം ചെയ്യാം. വളരെ നീറ്റായിട്ടുള്ളൊരു ടോപ്പാണത്. ഇവിടെ നമുക്ക് ബട്ടൺസ് വെച്ചോ അല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടോപ്പ് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജീൻസിനും അല്ലെങ്കിൽ സ്കേർട്ടിനൊക്കെ മാച്ച് ചെയ്തിട്ട് ഈ ഒരു ടോപ്പ് ഇടാം. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും മാച്ച് ചെയ്ത് പോകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.